ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈൽ രണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുക പറഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? എന്താ രണ്ടായിട്ട് ഉപയോഗിക്കല്ലേ? പകുതി മുറിച്ച് ഉപയോഗിക്കണം അല്ല, രണ്ടായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള ഗാലറി, കോൺടാക്ട്സ് ഒന്നും മറ്റാൾക്കും കാണില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വൈഫിന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അവർക്ക് സ്വന്തമായിട്ടൊരു പുതിയ മൊബൈൽ ഉള്ളതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഒരു ഒറ്റ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കും രണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകുക. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ കാണാം നമ്മൾ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിനെ തന്നെ നമുക്ക് രണ്ടാക്കി മാറ്റാൻ പറ്റും. അതായത് ഈ ഒരു ഫോൺ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വൈഫിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അവർ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ കളിക്കുന്ന ഒന്നും അവർക്ക് കിട്ടില്ല. അതായത് ഇൻസ്റ്റയിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും കാണില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ കോൺടാക്ട്സ്, വാട്സപ്പ്, യൂട്യൂബ്, അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ, അതായത് അവർക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു പുതിയ ഒരു മൊബൈൽ അവരെ കയ്യിൽ കിട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അടിപൊളി ഒരു ഓപ്ഷനാണ്, പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് കാണുന്നില്ലേ, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് എടുക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഏറ്റവും മുകളിൽ പോയിട്ട് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് യൂസേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. USERS യൂസേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ കാണാം. യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ താഴേക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം യൂസറിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് പറയുന്ന ഓപ്ഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. മൾട്ടിപ്പിൾ യൂസേഴ്സ്, ഒരു ഫോൺ മേടിച്ചാൽ മതി, രണ്ട് പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ്, ആഡ് യൂസേഴ്സ് ടു ഷെയർ യുവർ ഡിവൈസ് വിത്ത് ദം അല്ലേ. ഈച്ച് യൂസർ വിൽ ഹാവ് ദെയർ ഓൺ സെപ്പറേറ്റ് സ്പേസ് ഓൺ ദി ഡിവൈസ്. അതായത് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പുതിയ ഡിവൈസ് അവരെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലാണ്. നമ്മുടെ ഒരു കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതേപോലെ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓണർ എന്ന് പറഞ്ഞിട്ട്, അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണിത്. ഇവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ആഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഓണർ തന്നെയാണ് നമ്മൾ. അത് ഇപ്പോഴുള്ള നമ്മളെ പ്രസൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ള ആഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. നമുക്ക് ഇതേപോലുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈച്ച് യൂസർ ഹാസ് ദെയർ ഓൺ സ്പേസ്. ഓരോ ആളുകൾക്കും രണ്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു അനുഭവം വരും. പക്ഷേ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും വരിക എന്നുള്ളത്. ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു യൂസറെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ നമ്മളൊരു പേര് കൊടുത്തിട്ട് നമുക്കൊരു പുതിയൊരു യൂസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമുള്ള നമുക്ക് ഓണർ എന്നുള്ള രീതിയിൽ നമുക്ക് മറ്റേ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട മുകളിൽ ഗസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതായത് മറ്റാർക്കെങ്കിലും ഫോൺ കൊടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ആ ഗസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഗസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗസ്റ്റിൻ്റെ തൊട്ട താഴെയായിട്ട് അലൗ കോൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഫോണ് പുതിയൊരു ഫോൺ പോലെ അവർക്ക് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് വരുന്ന കോളുകൾ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടാൽ മതി. അതായത് ഈ അലൗ കോൾസ് ഓൺ ചെയ്താൽ ഇതിലേക്ക് വരുന്ന കോളുകൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന അവർക്കും കൂടി കിട്ടും. അത് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ തന്നെ പറയുന്നുണ്ട് സ്വിച്ച് ടു ഗസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. നമ്മൾ സ്വിച്ച് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. സ്വിച്ച് അക്കൗണ്ട് കൊടുത്താൽ കണ്ടില്ലേ അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇത് കണ്ടില്ലേ പുതിയൊരു ഫോൺ പോലെയാണ്. ഞാനിത് റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാൻ മറ്റൊരു ഡിവൈസിൽ റെക്കോർഡ് ചെയ്താണ്. കണ്ടില്ലേ എൻ്റെ സ്ക്രീനിലുള്ള ഇതുപോലെ തന്നെയല്ല വന്നിരിക്കുന്നത്, നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഒരു പുതിയൊരു ഫോൺ പോലെ തന്നെ. ഇവിടെ കണ്ടില്ലേ ഗൂഗിൾ എടുക്കുന്ന സമയത്ത് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു പുതിയൊരു ഫോൺ മേടിച്ചതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് അർത്ഥം. ഇവിടെ ഞാൻ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ട്, പക്ഷേ ഇതിലൊന്നുമില്ല, ഒരൊറ്റ ഫോട്ടോ പോലും ഇതിലില്ല. കണ്ടില്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് എന്താ നോക്കാം. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ, നമുക്ക് എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് ഒരു മറ്റുള്ളവർക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആപ്സ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നമ്മളൊരു പുതിയൊരു ഫോൺ വാങ്ങിയതുപോലെയാണ്. മൊത്തം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫോണിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്സും ഇവിടെ വന്നിട്ടില്ല. കാരണം ഇതൊരു പുതിയൊരു ഫോൺ പോലെ തന്നെയാണ്. ഇനി നമുക്ക് ആ പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങളും ഇതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് കണ്ടില്ലേ, പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ കണ്ടോ, ഗൂഗിൾ പേ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അതായത് ഒരു പുതിയൊരു മൊബൈൽ കിട്ടുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് വേണ്ട, നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഇറങ്ങി പോരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, കണ്ടില്ലേ, ഇവിടെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു അക്കൗണ്ടിൻ്റെ രൂപം കണ്ടില്ലേ, ഇതാ ഇവിടെ എക്സിറ്റ് ഗസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. എക്സിറ്റ് ഗസ്റ്റ് യൂസറായ നമ്മൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഓണർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതായത് ഗസ്റ്റ് ഒന്ന് എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് പഴയ ഫോണിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാനും സാധിക്കും. ഒറ്റ സെക്കൻഡ് നിങ്ങൾ നോക്കി നോക്കൂ, പഴയ ഫോണിലേക്ക് തന്നെ ഞൊടിയിടയിൽ നമുക്ക് മാറ്റാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഫോണ് ആർക്ക് കൊടുക്കുന്ന സമയത്ത് 2 ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം മക്കൾക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും.